നമ്മുടെ മലയാളിയായിട്ടുള്ള ഇൻഫ്ലുവൻസർ വ്ളോഗർ ട്രാവലർ അമേരിക്കയിൽ പോകുന്നു. അവിടെ വിസ എടുക്കണം. അപ്പൊ സമയം തന്നെ ഒരാളെ പരിചയക്കാരനാണ് അദ്ദേഹം. അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവൾ കരഞ്ഞു പറയുന്നു, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഞാൻ അമേരിക്കയിൽ തെരുവിൽ ഫോഗൊക്കെ ഉണ്ട് റോട്ടും, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ മലയാളി സമൂഹം അത് വളരെ ഞെട്ടലോടെയാണ് കണ്ടത്. പക്ഷേ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോട് വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചതാണ്. പക്ഷേ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ രണ്ടാം ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇനി കണ്ണീര് കണ്ടപ്പോ എന്നോട് ഭയങ്കര സഹതാപമായിരുന്നു. അരുണിമയുടെ കമന്റ് ബോക്സിൽ ആകെ കരഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ട് ബി സേഫ് ബി ബോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമന്റ്സ്. പക്ഷെ നീ ആ വീട്ടിലുള്ള ദൈവം CCTVയുടെ രൂപത്തിൽ അവരും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർ നിന്നോട് വളരെ എന്താ പറയാ, ഒരു ഗസ്റ്റിനോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അവിടെ കൾച്ചറിൽ പറഞ്ഞല്ലോ. നീ ഒരൊറ്റ കാര്യം ആ വീഡിയോ പറഞ്ഞു, ഞാൻ 40 രാജ്യം സഞ്ചരിച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങൾക്ക് അറിയാം ഞാൻ എവിടെ താമസിക്കുന്നുള്ളത്, നിങ്ങൾ ലോകം കണ്ടിട്ടില്ല. ലോകം കണ്ട അരുണിമയുടെ കയ്യിൽ ഇത്യാദി വർത്താനം. ലോകം കണ്ട നീ ആണോ ഇത്ര മാത്രം അമേരിക്ക വന്ന് പെട്ട് നിൽക്കുന്നത്? ആ കുടുംബത്തിനെ തന്നെ അധിക്ഷേപിക്കുന്നതിന് ഇല്ലല്ലേ? അവർ കടക്കാൻ സൗകര്യം ഇല്ലാതെ നിന്നോട് പറഞ്ഞത് എന്താണ്? നെക്സ്റ്റ് മൺഡേ ഇറങ്ങിയാൽ മതി എന്നാണ് ആ വീഡിയോ. നെക്സ്റ്റ് മൺഡേ നീ എന്തിനാ രാത്രി ഇറങ്ങിപ്പോ വ്യൂസ് കൂട്ടാൻ വേണ്ടി? നിന്റെ ഭാഗത്തുള്ള ചെറിയൊരു ഫോൾട്ട് സംസാരമാണ് നമ്മളെ ചൊടിപ്പിച്ചിട്ടുള്ളത്. എന്ത് 41 രാജ്യം കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ലോകം കണ്ടുള്ള വിവരം നിങ്ങൾ ലോകം കണ്ടിട്ടില്ല. ട്രാവൽ ചെയ്യുന്നത് ഇതന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെയൊക്കെയാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവരൊക്കെ ലോകം കാണാത്തവരല്ലേ ഞാൻ. ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. മലയാളികളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനും ട്രാവലർക്കും അവർ പിന്നെ ഒരു കോട്ടേഴ്സിന്റെ കൊലായ പോലും തരാതിരിക്കും. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് അമേരിക്കയിൽ ചിക്കാഗോ ജംഗ്ഷനില് എനിക്ക് റൂം വേണം, PM